ലക്ഷ്മണനോ? നമ്മൾ പേടിക്കണ്ട, എന്റെ 3 സബ്സ്ക്രൈബറുള്ള ഞങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് എവിടെ പോവാണ്? ശരണവിളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ലുലു മോളിൽ പോകുന്നത്. ഇവരൊക്കെ ഓൾറെഡി ആദ്യമായിട്ട് കൊച്ചിനെ കടൽ കാണിക്കാൻ പോകുന്നതല്ല, ലുലു കാണിക്കാൻ കൊണ്ടുപോവാണ്. ഞങ്ങൾ അങ്ങനെ ലുലുവിലെത്തിയിരിക്കുകയാണ്. അതെങ്കിലും നടക്കട്ടെ. നീ ഇവിടെ നിന്ന് നടന്ന് എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ വരെ നടന്നു. ഫിനാൻഷ്യൽ ഇഷ്യൂസ് അങ്ങനെ ലുലു ആദ്യമായിട്ട് കണ്ട സന്തോഷത്തിലുള്ള കുട്ടീനെ കാണുക. തിരിച്ചെങ്ങനെ പോകും? തിരിച്ചു പോകാൻ പൈസ ഇല്ല. നമ്മൾ ഏത് സാഹചര്യത്തിലും സർവൈവ് ചെയ്യും. ഉള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ട് പോകുന്നതായിരിക്കും. അതെ അതെ. ലാസ്റ്റ് ആരെങ്കിലും വീട്ടിൽ നിന്ന് വരേണ്ടി വരും. മണം അടിക്കുന്നു. വെള്ളം എടുത്ത് പിടിക്കാല്ലേ, ഒന്നും നോക്കണ്ട. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ മാലിലോട്ട് വന്നു. ഇവിടെ പറയുന്നത് കേറിയപ്പോ ഇറങ്ങിയപ്പോ ആ കോളേജിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ മൂഞ്ചില്ല. നടന്ന് അങ്ങോട്ട് പോയി തിരിച്ച് അതേ വഴി ഇങ്ങോട്ട് വന്ന് കാണാൻ വയ്യ. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അവിടെ കൊടുക്കണം. ചായക്ക് 50 രൂപ. ചായക്ക് 50 രൂപ. ഇവിടെ എന്തിനാടി വന്നത്? എനിക്ക് ഇവിടെ വന്നിട്ട് എന്ത് ഒന്നും വാങ്ങാനായിട്ട് ഒരു സമാധാനം. ഇങ്ങനെ പോയി പറഞ്ഞിട്ട് എല്ലാവരും നല്ല സൂപ്പർ വസ്ത്രങ്ങളിലൊക്കെ യൂണിഫോം. ഒന്നുകൂടെ പറ. എത്ര രൂപയാവും ഏകദേശം? വെറും 75 രൂപയാണ് ഗൈസ് ഈ മുത്തിന്. 75 രൂപ. പ്രായമാണോ ഇതിങ്ങനെ പകുതി ഇടുന്നാന്ന് തോന്നുന്നു. എടി, ഇതിന് 75 രൂപ. ഇതെന്താ ഇതിലിരിക്കുന്നത്? ഫുള്ളല്ലേ ഇത്? ഹാഫേ ഉള്ളൂ. 1500 രൂപ. പകുതി കഷ്ണം ഇല്ലതാണ്. ഡയമണ്ട് ആണോ? എടുക്കാൻ. പക്ഷെ എന്റെ തല ഇച്ചിരി വിചാരിച്ചു വലുത. അല്ലെങ്കിൽ ഇപ്പോഴും മഴ മറിച്ചു. കുന്തൻ 1000 സംതിങ് ആവും. 500. 1000 സംതിങ്. കുന്തൻ മോഡൽ ഇവിടെ ഇല്ല. ഇത് അത്യാവശ്യം നല്ല ഹെവി അല്ലേ? ഒരു മയിൽപ്പീലി പച്ച അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കറക്റ്റ് മയിൽപ്പീലിയാണ്. നല്ല രസമുണ്ടല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. അഖില മറ്റേ ഇത് ഇളക്കത്താലി, ഇത് മറ്റേ നാഗമ്പടം താലി. ഇത് സാധനം എത്ര രൂപയടി? 1200. ഞാൻ 2000 ആവുമായിരിക്കും. അയ്യപ്പ ഒരു സമാധാനം ഉണ്ടെന്ന്. നല്ല മഞ്ഞ ചുരിദാറിൻ്റെ കൂടെ 10 രൂപയ്ക്ക് ഒരു നമ്പർ. ഇത് മഞ്ഞ ചുരിദാർ. ഇത് മഞ്ഞ ചുരിദാർ. മഞ്ഞ നല്ല മഞ്ഞ. 100 രൂപയ്ക്ക് ഇതുണ്ട് നോക്ക്. എടി, ഇവിടെ നിന്നൊക്കെയാണ് കാർത്തിക് സൂര്യ വാങ്ങിക്കുന്നത്. അതിന് വിലക്കുറവുള്ള സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
വീണ്ടും വിലക്കുറവില്ലേ? എടേ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചില്ല. ഇത് മറ്റേ ഇവിടെ ആ തെള്ളകയില്ലേ ഒരു ചെടിയുള്ള നഴ്സറി. എടി അരപ്പട്ടയാണോ കളി? ഇത്രയും വിലയായിരുന്നു. ഇവിടെ വളയുണ്ട്, വള. എന്റെ എൻഗേജ്മെന്റ് നീ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്? റോസ് ഗോൾഡ് ആണ് ഉദ്ദേശിച്ചത്. റോസ് ഗോൾഡ് ഇതൊക്കെ എന്താ? റോസ് ഗോൾഡ് വേണം. ഇവിടെ നിന്റെ ടാസ്ക് എന്താന്ന് വെച്ചാല് ഏറ്റവും വിലയുള്ള വള കണ്ടുപിടിക്കണേ ആ വള നിനക്ക് സ്വന്തമാക്കാം. ഓക്കെ. 1215. ഇല്ല, അവിടെ 2000-ന്റെ ഉണ്ട്. തെറ്റിപ്പോയി. 1049. അത് കൈ എത്താത്തടത്ത് വെച്ചേക്കുന്ന ആവുണ്ടായിരിക്കും. ഉയരം കൂടുന്തോറും വളക്ക് വില കൂടിക്കൂടി വരും. നിങ്ങൾ തിരിച്ചെടുക്കട്ടെ. നീനില്ല കരയാതെ. നമുക്ക് ലൈഫിൽ ഇത്ര റിച്ച് ആവണം, ഇവിടുന്ന് ഒരു സാധനം വാങ്ങാൻ മാത്രം റിച്ച് ആവണം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ കോഴ്സ് തിരഞ്ഞെടുത്തിട്ടുണ്ട്, മൈക്രോബയോളജി. എല്ലാരും വാങ്ങ വന്ന് നോക്കിയിട്ട് പോങ്ക. ഇതിന് കുറഞ്ഞു പോയിട്ടോ. ഞാൻ 100 രൂപയും പ്രതീക്ഷിച്ചെടുത്ത, പക്ഷെ 39 രൂപയോ. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. 139. നമുക്ക് ഒരു സേഫ്റ്റി പിൻ എടുക്കാം. ഇത് 29 രൂപയുടെ. എല്ലാരും അകത്ത് കാണാണ്ട് കുത്തുന്നതാണ്, കാണിച്ച് കുത്താൻ പറ്റും. ഇത് ഗോൾഡ് പൂശിയത്. ഇതാണ് ഗോൾഡ് പൂശിയത്. ഇത് ദേവ് ഡോൺ ആവുമ്പോ ഇടാൻ വേണ്ടിട്ട് വാങ്ങുന്നതാണ്. ഡോൺ ദേവ്. ഇത് മഞ്ഞ ഔട്ട്ഫിറ്റിന്റെ കൂടെ, നല്ലതാണ്. പക്ഷെ നമുക്ക് മഞ്ഞ ഔട്ട്ഫിറ്റ് ഇല്ലല്ലോ. വലിയ പൈസ ഇല്ല. കാണിച്ചേ ഔട്ട്ഫിറ്റിന്റെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇത്രയും പൈസ ഇല്ലാത്തത്. ഇത് ഉത്സവപ്പറമ്പിലാണ് ഈ ഒരെണ്ണത്തിന് 5, 10, 15, 20, 30. അഖില് ഓടി. പക്ഷെ ഇതൊരു കറ പോലെ വരൂടി. ചേട്ടമ്മ ഞാൻ പോകുന്നത് വീഡിയോ നല്ലാണോ? ഇപ്പോൾ വാച്ച് റോസേരി ഓയിലോ വാങ്ങാനുണ്ട്. അല്ലാതെ എന്താ എന്റെ സ്മെല്ല്? തുണികളൊക്കെ ഡിറ്റർജന്റ് ആണെന്ന് തോന്നുന്നു. അത് തന്നെയല്ലേ? ശാരിക്ക് അത് ശാരിക്ക് വരുന്ന ക്ലപ്പൊക്കെ ഇവിടെ ഉണ്ടോ? ഹൈപ്പർ മാർക്കറ്റിൽ പോവാടി, അവിടെ എന്തെങ്കിലുമൊക്കെ കാണാം. പൈസ ഉണ്ടോ വല്ല തിന്നെ വാങ്ങാൻ? എനിക്ക് സങ്കടമായാലും ഒരു ചായ പോലും കുടിക്കാൻ പറ്റുന്നില്ല. എന്നെ വിലയാണ്. 50 രൂപയുടെ ഒരു ചായ വാങ്ങി 5 കുടിക്കാം. എന്നിട്ട് പറഞ്ഞാൽ മതി, അറിയാണ്ട് എന്റെ കൈ കയറിയതാണ്. ഞാൻ ചെറുതിലാ വെച്ച, നീ ഇങ്ങനെ വലുതൊന്നും കൊണ്ടുപോകണ്ട.
വലുതൊന്നും അങ്ങനെ അറിയാണ്ട് കാലിലൊരു ചെരുപ്പ് പെയിന്റ് പോയ പോലെ. അത് ഒരു തരം പ്രത്യേകതരം പേള അല്ലേ? ആ പേള ഒറിജിനൽ പേള. എടുത്താ വഴക്ക് പറയുമോ? വേണ്ടല്ലേ. ഇത് തുറക്കുന്ന പേളും കൊണ്ടാണ് എന്റെ പണ്ടത്തെ സിനിമയിലൊക്കെ പെണ്ണുങ്ങളാണ് നടക്കുന്നത്. രാജ്ഞിയുടെ അയ്യോ അതൊക്കെ തുറക്കണ്ട, വേണ്ട വേണ്ട അല്ല, വേണ്ട. എത്ര ഒന്നും അറിയാനായിട്ടാ. ആ 4 മുത്തിനാണ് അവര് 4000 രൂപ. എടുത്തെങ്കിലും നോക്ക്. അല്ലേലും ഇതിനകത്ത് പൈസ ഇടുന്നു. ഇല്ലാത്ത പിള്ളേരെ കൊണ്ട് നമ്മുടെ സെക്ഷനിലേക്ക് നോക്കാം ചെയ്യാൻ. ഞാൻ ചേച്ചിന്റെ അടിയിലൊന്നും ഇടാൻ നിൽക്കുന്നത്. ഇത് സൈസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ നടക്കും. ഞാൻ നിറം പോയതാ. ഇത് മറ്റേ ജീമ്പൂമ്പേന്റെ മറ്റേ ബ്ലാങ്കറ്റ് പോലെ ഉണ്ട്. എനിക്ക് പറ്റിയ സാധനം ഇത് ദേവ് വിടുവേ. ഇത് എവിടാ നോക്ക്. ജസ്റ്റ് 2499 ഇത്രയും വിലയുള്ളൂ. നല്ല ടോപ്പ് അവിടെ. ടോപ്പെല്ലാം കൊണ്ട് 1600 ചോദിച്ചത്. നല്ല ടോപ്പ്. വീഡിയോ വെളി വരും ദിവസം ഞങ്ങളുടെ അന്തിയായിരിക്കും. ചാനലും പൊട്ടും കാണുന്ന ഇത്ര പോലെ ഇത് തൊട്ട് നോക്കടി, തൊട്ട് നോക്ക്. ഇടി അത് ഇവർക്ക് ഇത്രയും പ്രൈസ് റേഞ്ച് കൊടുത്തില്ല, ഇവരുടെ സ്റ്റാറ്റസിനെ അത് ബാധിക്കും. അത്രയും പൈസ ഉള്ളൊരു വാങ്ങിച്ചാൽ മതി. ഇത്രയും പൈസക്ക് വാങ്ങി നമ്മുടെ സ്റ്റാറ്റസിനെ ബാധിക്കും. നമ്മളിപ്പോൾ ലോക്കൽസ് ഇവിടെ കയറരുത്. ഇവരൊക്കെ പഠിച്ചു വെച്ച് അവിടെ എന്താണ് നോക്കുന്നതിന് കുറ്റമൊന്നുമില്ലല്ലോ. അതെ, വേണേ ഇട്ട് നോക്കി ഇവിടെ നടന്നോടി. പോവാറാ കൊടുത്തത്. അത് ഞാൻ ചെറുതായിട്ടുള്ള ഡെലിവറി കയറിയതമ്മേ. ചെറുതായിട്ടോ? എറണാകുളത്ത് എന്തായാലും പോയിട്ടില്ല. My gosh, this is nice, right? നേരിട്ട് കാണാൻ ഭംഗിയുണ്ട് ഗൈസ്, ഇതുപോലെയല്ല. ഇതെന്താ മേളിൽ ചേച്ചിമാരെ കയറ്റി നിർത്തിക്കുന്നേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. നിനക്ക് ചേരുവ കളറ്? ആ വൈറ്റ് നല്ല രസമുണ്ടല്ലേ. എന്താ നല്ല രസമില്ലേ? അയ്യോ തടിച്ചിനെ പോലെ ഇരിക്കുന്നു, വെട്ടമില്ല. പോയി പോയി അഖില പോകും. എങ്ങോട്ട് നോക്കണ്ടേ? ഇന്നത്തോ അതിനകത്തോ ലൈറ്റ് ഇല്ല. ഫോട്ടോ ഫോട്ടോ ഉടനെയല്ല എല്ലാം എടുത്തു. നമുക്ക് പോയേക്കാം. കൊച്ചി ഇവിടെ നിന്നോ? ഇന്നത്തെ ചോല നമ്മളെ അതോ
ശരിയാ. ഞാൻ വേറെ ഏതാണ്ട് ഇനി എല്ലാരും ഇങ്ങനെ വന്നേ. അഖില പോയി. അഖില ഇതും അറിയാം കയ്യിൽ വന്ന് പെട്ട പോലെ ബിൽഡിംഗ് സെറ്റാ. ഞാൻ വല്ല ഉത്സവപ്പറമ്പിൽ നിന്ന് കാണിച്ചു തരാം. എനിക്ക് മാർബലിന്റെ മതി. എത്ര എവിടെയാണ്? പൈസ ഇല്ല മോനെ. ക്വാളിറ്റി പോരാ. എനിക്ക് സങ്കടം വരും കാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ. എനിക്ക് മച്ച കാർ വേണം, മഞ്ഞ കാർ വേണം. എന്റെ മൂന്നിന്റെ ഭാരം അടി. എടി എന്റെ അടുത്ത ബർത്ത്ഡേക്ക് എനിക്ക് ഇത് മതി കേട്ടോ. മതിയോ? മതിയോ? ഇങ്ങനെ വലുതായിരിക്കണേ. ഒറിജിനൽ മതി. അതെ, അത് കാണും. അതിന്റെ അകത്ത് സാധനം കാണുന്നത് തണുക്കുന്നില്ലേ? ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല അവിടെ. അതിനാ കിറ്റാണ് വണ്ടി നന്നാക്കാൻ. ഈ വണ്ടിയൊക്കെ നന്നാക്കുന്ന കിറ്റാണ്. വിസ്മയ, എടി നീ അതിൽ കയറിയിരിക്കുക. അതെന്റെ വീട്ടിൽ കിടക്കുന്ന ലംബോർഗിനി. കയറി തന്നെ ഉണ്ടിക്കൊണ്ട് നടക്കാം. എന്റെ വണ്ടി തള്ളാൻ എനിക്കൊരു തെണ്ടിയില്. അവിടെ പാർക്ക് ചെയ്ത വണ്ടി ആരോ കൊണ്ടുപോയി. എനിക്കിത് വാങ്ങി തരണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഇതിനുള്ള ബുദ്ധി ഇല്ലാത്തോണ്ടാ. എടി എനിക്കറിയാടി കളിക്കാൻ വാങ്ങിച്ച ഷൂ വാങ്ങിച്ചതാന്ന് പറഞ്ഞു. ഇവിടെ ഒന്നോട് പറയാമോ? വന്ന വഴി മറക്കരുത്, വന്ന വഴി മറക്കരുത്. നമ്മൾ വന്ന വഴി മറന്ന്. ചേട്ടാ, ഒരു കരയിൽ ഒരു വഴി പറഞ്ഞു കൊടുക്കാവോ? കുറച്ച് മോഡേൺ ആയിട്ട് കൂടെ ഇങ്ങനെ പോവാം. എന്ത് ശബരിമലയ്ക്കോ? എടി എനിക്ക് അല്ലെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് ഇതിൽ ഏതൊന്നും മതി. വിസ്മയ്ക്ക് അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഇത് പൊളിച്ചു വിടുന്നത്. ഇപ്പോഴത്തെ ആ നടുക്കിരിക്കുന്നത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കളർ അഞ്ചനയുടെയൊക്കെ കിടക്കുന്ന ഈ കളർ എന്റെ കയ്യിൽ കിടപ്പില്ലേ? ഭയങ്കര ഇഷ്ടമാണ്. എത്രയാ? 15,000. ഞാനും ദേവനും കഴിഞ്ഞ വട്ടം വന്നപ്പോ ഞെക്കി നോക്കിയത്. ഇനി നിങ്ങൾ ഞെക്കി നല്ല ബെഡ്ഷീറ്റാ. അതിന് എത്ര സോഫ്റ്റ് ആണ്. സുഖമുണ്ട്. സാധനങ്ങളൊക്കെ തിരിച്ചു കഴിഞ്ഞ വിഷയമാണ്. നിന്റെ പിടി പോരാ കേട്ടെ. തരാൻ പറയും. ഇതെവിടെ എക്സിറ്റ് ഉള്ളു? നമ്മൾ അപ്പുറത്തോടെ വഴി വന്നിട്ട് ഈ വഴി വന്നു. എടി ഇതൊന്ന് ഊരി തരാൻ പറ. ഇങ്ങനെ പോയിട്ടാണ് ആദ്യമായിട്ട് പൈസ ഇല്ലാണ്ട് മാളില് വായിന് വെള്ളം വരുന്നു. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. നല്ല ടേസ്റ്റ് ആയിരിക്കും പുള്ളി. എനിക്ക് പനീറൊക്കെ തിന്നാൻ തോന്നുന്നു.
ബഹളം